നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. പുഞ്ചകൃഷിയുടെ നെല്ല് സംഭരണം തകൃതി. ജില്ലയിൽ സപ്ലൈകോ കർഷകർക്ക് നൽകാനുള്ളത് 8 കോടിയിലധികം രൂപ. കർഷകർ പ്രതിസന്ധിയിൽ. കാഞ്ഞിരപ്പള്ളി അമൽജ്യോതി കോളേജിന്റെ റേഡിയോ 90 FM നാടിന് സമർപ്പിച്ചു. സാംസ്കാരിക മുന്നേറ്റത്തിൽ റേഡിയോയുടെ പങ്ക് നിസ്തുലമെന്ന് ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള. പാലായിൽ കായിക പരിശീലനത്തിന് എത്തിയ വിദ്യാർത്ഥിനി കുഴഞ്ഞു വീണു മരിച്ചു. മരിച്ചത് കടപ്പാട്ടൂർ സ്വദേശിനി ഗൗരി കൃഷ്ണ. വാർത്തകൾ വിശദമായി. പുഞ്ചകൃഷിയുടെ നെല്ല് സംഭരിച്ച വകയിൽ സപ്ലൈകോ ജില്ലയിലെ കർഷകർക്ക് നൽകാനുള്ളത് 8 കോടി 60 ലക്ഷം രൂപ. 3558 ടൺ നെല്ലാണ് സംഭരിച്ചിരിക്കുന്നത്. നെല്ല് സംഭരണം ഊർജിതമായി നടക്കുമ്പോഴും അതിനനുസരിച്ച് പണം കർഷകർക്ക് നൽകാൻ സപ്ലൈകോയ്ക്ക് കഴിയുന്നില്ല. പുഞ്ചകൃഷിയുടെ നെല്ല് സംഭരണം നടത്തിയ വകയിൽ സപ്ലൈകോ ജില്ലയിലെ കർഷകർക്ക് നൽകാനുള്ളത് 8.60 കോടി രൂപ. 3558 ടൺ നെല്ല് 1225 കർഷകരിൽ നിന്നും സംഭരിച്ചിരുന്നു. ഇതിൽ കർഷകർക്ക് ആകെ നൽകാനുള്ളത് 10.7 കോടി രൂപയാണ്. നെല്ല് സംഭരണം ഊർജിതമായി നടക്കുമ്പോഴും സപ്ലൈകോയ്ക്ക് ഇതിന്റെ വില നൽകാൻ കഴിയുന്നില്ല. ജില്ലാ പാടി മാർക്കറ്റിംഗ് ഓഫീസിലെത്തുന്ന കൈപ്പറ്റ് രസീത് അനുസരിച്ചുള്ള പേയ്മെന്റ് ഓർഡർ കൊച്ചിയിലെ സപ്ലൈകോ കേന്ദ്ര ഓഫീസിലേക്ക് അയക്കുക ചെയ്യുന്നത്. എന്നാൽ അവിടെ നിന്നും കർഷകർക്ക് അക്കൗണ്ടുള്ള ബാങ്കുകളിലേക്ക് പണം നൽകുന്നതിന് വേണ്ട നടപടി വൈകുന്നു. ബാങ്കുകളുടെ കൺസോർഷ്യത്തിലുള്ള 2 ബാങ്കുകൾ വഴിയാണ് കർഷകർക്ക് പണം നൽകുന്നത്. മുമ്പ് ഒരു ബാങ്ക് കൂടി ഉണ്ടായിരുന്നു. എന്നാൽ ഈ ബാങ്ക് പണം നൽകാൻ കഴിയില്ലെന്ന് സപ്ലൈകോയെ അറിയിക്കുകയായിരുന്നു. നിലവിൽ 2 ബാങ്കുകൾ മാത്രമുള്ളതിനാൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പണം നൽകാൻ വൈകുകയാണ്. നെല്ല് സംഭരണത്തിനായി 58 മില്ലുകളെ നിയോഗിച്ചിട്ടുണ്ടെങ്കിലും എല്ലാവരും നെല്ല് സംഭരണം നടത്താൻ തയ്യാറായിട്ടില്ല. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കാഞ്ഞിരപ്പള്ളി അമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിന്റെ സ്വന്തം റേഡിയോ 90 FM നാടിന് സമർപ്പിച്ചു. ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള ഉദ്ഘാടനം ചെയ്തു. സാംസ്കാരിക മുന്നേറ്റത്തിന്റെ പിന്നണിയിൽ റേഡിയോ പോലുള്ള സംവിധാനങ്ങളുടെ പങ്ക് വളരെ വലുതാണെന്ന് PS ശ്രീധരൻപിള്ള പറഞ്ഞു. കാഞ്ഞിരപ്പള്ളി അമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിന്റെ സ്വന്തം റേഡിയോ 90 FM വോയിസ് ഓഫ് അമൽജ്യോതി നാടിന് സമർപ്പിച്ചു. 2022 ജൂലൈ മാസത്തിലാണ് റേഡിയോ 90 FM അതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. നിത്യേന 18 മണിക്കൂറാണ് റേഡിയോ പ്രവർത്തിക്കുന്നത്. മലയോര ഗ്രാമപ്രദേശങ്ങളിലെ കണക്ടിവിറ്റി കൂട്ടുക, സാധാരണക്കാരുടെ ഇടയിലേക്ക് എത്തി അവരുടെ ആസ്വാദന തലങ്ങൾക്ക് ഊർജ്ജം പകരുകയാണ് റേഡിയോ FMന്റെ ലക്ഷ്യം. കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട ജില്ലകളുടെ വിവിധ പ്രദേശങ്ങളിൽ റേഡിയോ 90 FM സിഗ്നൽ ലഭിക്കും. ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള റേഡിയോ നാടിന് സമർപ്പിച്ചു. ജനാധിപത്യത്തിന്റെ അടിസ്ഥാന പ്രവർത്തനത്തിന്റെ ഭാഗമായ ബോധവൽക്കരണ പരിപാടികളിൽ റേഡിയോയ്ക്ക് വലിയ പങ്ക് വഹിക്കാനുണ്ടെന്ന് PS ശ്രീധരൻപിള്ള പറഞ്ഞു. സാംസ്കാരിക മുന്നേറ്റത്തിന്റെ പിന്നണിയിൽ റേഡിയോ പോലുള്ള ഉപാധിയുടെ പങ്ക് വലുതാണെന്നും PS ശ്രീധരൻപിള്ള പറഞ്ഞു. ഇതൊരു നല്ല സംരംഭമാണ്. ജനങ്ങളെ ബോധവൽക്കരിക്കുക. ബോധവൽക്കരണമാണ് ജനാധിപത്യത്തിന്റെ അടിസ്ഥാന ബിന്ദുവെന്ന് ഞാൻ കരുതുകയാണ്. 50കളിൽ പ്രായപൂർത്തി വോട്ടവകാശം വന്നപ്പോൾ ഇന്ത്യയിലെ 59% ജനങ്ങൾ എഴുത്തുമാനം അറിയാത്തവരായി. ആ എഴുത്തുമാനം അറിയാത്ത, പേരെഴുതിയാൽ വായിക്കാൻ അറിയില്ല, സ്വന്തമായി പേരെഴുതാൻ അറിയില്ല, അങ്ങനെയുള്ള 59-60% ജനങ്ങളുള്ള ഒരു രാജ്യത്ത് 5 കൊല്ലത്തിലൊരിക്കൽ 52 മുതൽ പ്രായപൂർത്തി വോട്ടവകാശം വരുമ്പോൾ അവരാണ് ന്യായാധിപന്മാർ, അവരാണ് വിധികർത്താക്കൾ. 5 കൊല്ലം എങ്ങനെ പോകണമെന്ന് തീരുമാനിക്കേണ്ട, ഉചിതമായി ചിന്തിച്ച് തീരുമാനമെടുക്കേണ്ട ന്യായാധിപന്മാരെ പോലെ അവർ മാറുമ്പോൾ അവർക്ക് എഴുത്തും വായന അറിയില്ലെങ്കിൽ എങ്ങനെ ജനാധിപത്യം വിജയിക്കുമെന്ന ചോദ്യത്തിന് മഹാനായ ജവഹർലാൽ നെഹ്റു പറഞ്ഞ മറുപടി ഞാൻ ഓർക്കുന്നു. The politician and press to educate the mass. എഴുത്തും വായന അറിയാത്ത അവരെ പഠിപ്പിക്കേണ്ട അധ്യാപകരാണ് രാഷ്ട്രീയ പ്രവർത്തകർ. റേഡിയോ 90 കോളേജിൽ വിഭാവനം ചെയ്യുന്നതിൽ പ്രധാന പങ്കുവഹിച്ച കോളേജ് ഡയറക്ടർ Z വിലാകപ്പറമ്പിൽ റേഡിയോ 90യുടെ നാൾവഴികൾ അവതരിപ്പിച്ചു. കാഞ്ഞിരപ്പള്ളി രൂപതാധ്യക്ഷന്മാർ ജോസ് പുളിക്കലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ മുൻ രൂപതാധ്യക്ഷന്മാർ മാത്യു അറക്കൽ മുഖ്യപ്രഭാഷണം നടത്തി. ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ N ജയരാജ്, പൂഞ്ഞാർ MLA സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ, കോളേജ് മാനേജർ ഫാദർ മാത്യു പായ്ക്കാട്, പ്രിൻസിപ്പൽ ലില്ലിക്കുട്ടി ജേക്കബ് തുടങ്ങിയവർ പ്രസംഗിച്ചു. കാഴ്ച പരിമിതർക്കായുള്ള കേട്ടറിവ് എന്ന പുതിയ റേഡിയോ പരിപാടിയുടെ ഉദ്ഘാടനവും റേഡിയോ സംബന്ധിച്ച പുസ്തകത്തിന്റെ പ്രകാശനവും ഇതോടൊപ്പം നടന്നു. കോളേജിലെ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് വിഭാഗം അധ്യാപകൻ ഫാദർ സിജു ജോൺ ആണ് റേഡിയോ സ്റ്റേഷൻ ഡയറക്ടർ. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. പാലായിൽ സ്വകാര്യ ടർഫിൽ പരിശീലനത്തിന് ശേഷം വിശ്രമിക്കുകയായിരുന്ന പെൺകുട്ടി കുഴഞ്ഞു വീണ് മരിച്ചു. പാലാ കടപ്പാട്ടൂർ തൊമ്മനാമറ്റത്തിൽ ഗൗരികൃഷ്ണയാണ് മരിച്ചത്. 17 വയസ്സായിരുന്നു.
സ്വകാര്യ ടർഫിൽ വ്യാഴാഴ്ച രാവിലെ 8 മണിയോടെയായിരുന്നു സംഭവം. കാർമൽ പബ്ലിക് സ്കൂളിലെ +1 വിദ്യാർത്ഥിനിയാണ്. എരുമേലി സ്വദേശിനിയായ വിദ്യാർത്ഥി ജസ്നയുടെ തിരോധാനം സംബന്ധിച്ച് തുടരന്വേഷണത്തിന് സാധ്യത. CBI അന്വേഷണം തൃപ്തികരമല്ലെന്നും തുടർ അന്വേഷണം വേണമെന്നുമുള്ള ജസ്നയുടെ പിതാവിന്റെ ഹർജിയിൽ ആക്ഷേപമുണ്ടെങ്കിൽ അറിയിക്കാൻ തിരുവനന്തപുരം CJM കോടതി CBIക്ക് നിർദ്ദേശം നൽകി. എരുമേലി മുക്കൂട്ടുതറ സ്വദേശി ജസ്റ്റ മരിയം ജെയിംസിന്റെ തിരോധാനത്തിൽ CBIയുടെ തുടരന്വേഷണത്തിന് സാധ്യത. CBI നടത്തിയ അന്വേഷണം തൃപ്തികരമല്ലെന്നും കണ്ടെത്തൽ പൂർണ്ണമല്ലെന്നും വ്യക്തമാക്കി ജസ്നയുടെ പിതാവ് കൊല്ലമുളകുന്നത്ത് ജെയിംസ് തിരുവനന്തപുരം CJM കോടതിയിൽ ഹർജി നൽകിയിരുന്നു. ജെയിംസ് സമർപ്പിച്ച ഹർജിയിൽ ആക്ഷേപമുണ്ടെങ്കിൽ അറിയിക്കാൻ കോടതി CBIക്ക് നിർദ്ദേശം നൽകി. 2018 മാർച്ച് 22-നാണ് ജസ്നയെ കാണാതായത്. ജസ്നയുടെ സുഹൃത്തുക്കൾ, സഹപാഠികൾ എന്നിവരിലേക്ക് വേണ്ട വിധത്തിൽ അന്വേഷണം ഉണ്ടായിട്ടില്ലെന്നും കുടുംബങ്ങൾ നൽകിയ സൂചനകളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം ഉണ്ടായിട്ടില്ലെന്നുമാണ് ഹർജിയിൽ പറയുന്നത്. ജസ്നയെ കാണാതായ ശേഷം വന്ന ഫോൺ കോളുകൾ ദുരൂഹതയുണർത്തുന്നു. ആൺ സുഹൃത്തുമായുള്ള ബന്ധത്തിലേക്ക് അന്വേഷണം പോകാതിരുന്നതിലും ദുരൂഹതയുണ്ട്. മതം മാറ്റം, തട്ടിക്കൊണ്ടുപോകൽ തുടങ്ങിയ തലങ്ങളിലേക്ക് മാത്രമാണ് CBI നീങ്ങിയത്. പോലീസ് നടത്തിയ അന്വേഷണങ്ങളിൽ നിന്നും സാധ്യതയുടെ ഒരു തലത്തിലേക്കും CBIക്ക് നീങ്ങാനായില്ല. കുടുംബാംഗങ്ങളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലും കോടതിയുടെ നിർദ്ദേശത്തിലും CBIയുടെ മറ്റൊരു ടീം തുടരന്വേഷണം ആരംഭിച്ചേക്കും. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. പൂരപ്രേമികളെ ആവേശത്തിന്റെ കൊടുമുടിയിലേറ്റി തിരുനക്കരയിലെ പകൽപൂരം. മൈതാനം നിറഞ്ഞു കവിഞ്ഞ പുരുഷാരം ആനച്ചന്തം ആസ്വദിച്ചും മേളത്തിന് താളം പിടിച്ചും ഉത്സവം കൊണ്ടാടി. തിരുനക്കര ക്ഷേത്ര മൈതാനത്ത് ഇരുവശങ്ങളിലുമായി ഗജവീരന്മാർ അണിനിരന്നപ്പോൾ പൂരപ്രേമികളുടെ ആവേശം വാനോളം ഉയർന്നു. തിരുനക്കര മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന്റെ ഭാഗമായിട്ടായിരുന്നു പകൽപൂരം. ബുധനാഴ്ച രാവിലെ മുതൽ നഗരത്തിന്റെ 4 അതിരുകളിൽ നിന്നും ആനകളുടെ അകമ്പടിയോടെ ചെറുപൂരങ്ങൾ എത്തിയിരുന്നു. ക്ഷേത്ര മൈതാനത്തിന്റെ 2 ചേരിവാരങ്ങളിലുമായി 11 വീതം ഗജവീരന്മാരാണ് അണിനിരന്നത്. തൃക്കടവൂർ ശിവരാജു മഹാദേവന്റെ തിടമ്പേറ്റിയപ്പോൾ ഏറ്റുമാനൂർ ഉഷശ്രീ ശങ്കരൻകുട്ടി ഭഗവതിയുടെ തിടമ്പേറ്റി. ക്ഷേത്രവാതിലും ഗോപുരവും കടന്നെത്തിയ ഗജകേസരിമാരെ ആർപ്പുവിളികളോടെയാണ് പൂരപ്രേമികൾ വരവേറ്റത്. തിരുനക്കര പകൽപൂരം കൂടാൻ മന്ത്രി VN വാസവനും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLAയും കൂടാതെ കോട്ടയം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളും എത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കൊടുങ്ങൂർ ദേവീക്ഷേത്രത്തിലെ തിരുവുത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന കലാപരിപാടികൾ ആസ്വാദക ഹൃദയം കീഴടക്കി. ചിറക്കടവ് ചന്ദ്രചൂഡ പെർഫോമൻസ് അവതരിപ്പിച്ച വീരനാട്യം ശ്രദ്ധ നേടി. കോട്ടയം മെഡിക്കൽ കോളേജിലെ റൊമാറ്റിക് ഹാർട്ട് ക്ലബിന്റെ 26ാം വാർഷികം ഈ മാസം 24-ന് ആഘോഷിക്കും. ഉച്ചയ്ക്ക് 12:30-ന് കോട്ടയം മെഡിക്കൽ കോളേജ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന വാർഷിക സമ്മേളനം ദേശീയ കോർഡിനേറ്റർ ഡോക്ടർ രാജൻ മാഞ്ഞൂരാൻ ഉദ്ഘാടനം ചെയ്യും. ക്ലബിന്റെ 26ാമത് വാർഷികം 24-ാം തീയതി കോട്ടയം മെഡിക്കൽ കോളേജ് കാർഡിയോളജി OP ഫ്ലോറിൽ വെച്ച് നടക്കുകയാണ്. നമ്മുടെ ബഹുമാന്യനായ ഡോക്ടർ രാജൻ മാഞ്ഞൂരൻ സാറാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത്. അദ്ദേഹം ഞങ്ങളുടെ ദേശീയ കോർഡിനേറ്ററാണ്. അതുപോലെ റൊമാറ്റിക് ഹാർട്ടിൻ്റെ എല്ലാ വശങ്ങളെക്കുറിച്ചും പഠനങ്ങൾ നടത്തുകയും ഒരുപാട് പ്രസംഗങ്ങൾ നടത്തുകയും പ്രബന്ധങ്ങൾ എഴുതുകയൊക്കെ ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. കേരള ഗ്രോ പ്രീമിയം ഔട്ട്ലെറ്റ് പാലായിൽ പ്രവർത്തനം തുടങ്ങി. കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ വിത്ത് മുതൽ വിപണി വരെ പിന്തുണ നൽകുന്ന സംരംഭമാണിത്. കർഷകരുടെ ഉൽപ്പന്നങ്ങൾ വിപണിയിലിറക്കുകയാണ് ഔട്ട്ലെറ്റിന്റെ ലക്ഷ്യം. കർഷകർക്ക് വിത്ത് മുതൽ വിപണി വരെ പിന്തുണ നൽകുന്നതിന്റെ ഭാഗമായി കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനും കാർഷിക വിളകളെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി കർഷകർക്ക് കൂടുതൽ ലാഭമുണ്ടാക്കുന്നതിനും ഇടനിലക്കാരുടെ ചൂഷണത്തിൽ നിന്ന് കർഷകരെ സംരക്ഷിക്കുന്നതിനും ഗുണമേന്മയുള്ള കാർഷിക ഭക്ഷ്യോൽപ്പന്നങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിനും ലക്ഷ്യം വെച്ച് കേരള സർക്കാർ കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ കർഷക സംരംഭകരുടെ ഉൽപ്പന്നങ്ങൾ കേരള ഗ്രോ എന്ന പേരിൽ വിപണിയിലിറക്കുന്നു. ഇതിന്റെ ഭാഗമായി കോട്ടയം ജില്ലയിലെ കേരള ഗ്രോ പ്രീമിയം ഔട്ട്ലെറ്റ് പ്രവർത്തനം ആരംഭിച്ചു. കേരള ഗ്രോ ഉൽപ്പന്നങ്ങളുടെ കോട്ടയം ജില്ലയിലെ ഏക പ്രീമിയം
റീറ്റെയിൽ സൂപ്പർ മാർക്കറ്റാണ് കാഞ്ഞിരമറ്റം അഗ്രോ പ്രൊഡ്യൂസർ കമ്പനിയുടെ ഉടമസ്ഥതയിൽ പാലാ തൊടുപുഴ റോഡിൽ മുണ്ടാങ്കൽ സെന്റ് ഡൊമിനിക് പള്ളിയുടെ കെട്ടിടത്തിൽ പ്രവർത്തനം തുടങ്ങിയത്. കെട്ടിടത്തിന്റെ ആശീർവാദ കർമ്മം മുണ്ടാങ്കൽ പള്ളി വികാരി ഫാദർ ജോർജ് പഴയപറമ്പിലും പ്രവർത്തനോദ്ഘാടനം ജില്ലാ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ യമുന ജോസും നിർവഹിച്ചു. വിപണനോദ്ഘാടനം നബാർഡ് ജില്ലാ മാനേജർ റെജി വർഗീസ് നിർവഹിച്ചു. ഈ നമ്മുടെ പാലായിൽ നിന്നുള്ള ഈ 3 FPCകളുടെയും പ്രോഡക്ട്സ് ലഭ്യമാണ് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും. അപ്പോൾ അതിനു വേണ്ടിയുള്ള നടപടികൾ നമ്മൾ കൃഷികൾക്ക് തന്നെ സഹായം ചെയ്തു കൊടുത്ത് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇതിനാണ് നമ്മൾ കേരളാഗ്രോയുടെ കാര്യം ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് നമ്മുടെ കോട്ടയം ജില്ലയിൽ മാത്രമല്ല 14 ജില്ലകളിലും ഇതുപോലെ നമ്മുടെ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഈ ബ്രാൻഡിൻ്റെ കീഴിൽ വരുന്നുണ്ട്. അപ്പോൾ കേരളത്തിൽ മുഴുവൻ ഉള്ള കേരളാഗ്രോ ബ്രാൻഡിന്റെ കീഴിൽ വരുന്ന ഉൽപ്പന്നങ്ങൾക്കുള്ള വിപണിയാണ് നമ്മൾ കേരളാഗ്രോ റീറ്റെയിൽ ഔട്ട്ലെറ്റ് അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റ് എന്ന പേരിൽ നമ്മളിവിടെ ഇന്ന് ആരംഭിക്കുന്നത്. പാലാ സോഷ്യൽ വെൽഫെയർ സൊസൈറ്റിയുടെ ഡയറക്ടർ ഫാദർ തോമസ് കിഴക്കേൽ അധ്യക്ഷത വഹിച്ചു. ലാലം ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ട്രീസ സെലിൻ ജോസഫ്, ഗ്രാമപഞ്ചായത്ത് അംഗം ലിസ്റ്റൺ ജോസഫ്, കാപ്കോ കമ്പനി ചെയർമാൻ ജോസ് തോമസ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലാ. അറിയിപ്പ്. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പാമ്പാടി സർക്കാർ ടെക്നിക്കൽ ഹൈസ്കൂളിൽ 2024-25 അധ്യയന വർഷത്തേക്കുള്ള പ്രവേശനം ആരംഭിച്ചു. അപേക്ഷാ ഫോമും പ്രോസ്പെക്ടസും www.poliaadmission.org എന്ന വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാം. അവസാന തീയതി ഏപ്രിൽ 3. താൽപ്പര്യമുള്ളവർക്ക് സ്കൂൾ ഓഫീസ് മുഖേനയോ ഓൺലൈനായോ അപേക്ഷിക്കാവുന്നതാണ്. വിവരങ്ങൾക്ക് ഫോൺ 0481-2507-556. LBS ഏറ്റുമാനൂർ ഉപകേന്ദ്രത്തിൽ ഏപ്രിൽ 3 ആരംഭിക്കുന്ന അവധിക്കാല കമ്പ്യൂട്ടർ കോഴ്സുകളായ ഡാറ്റ എൻട്രി, പൈത്തൺ പ്രോഗ്രാമിംഗ് എന്നിവയ്ക്ക് 10ാം ക്ലാസ് പാസ്സായവർക്കും സി പ്രോഗ്രാമിംഗ് 12ാം ക്ലാസ് യോഗ്യതയുള്ളവർക്കും അപേക്ഷിക്കാം. SSLC +2 പരീക്ഷ എഴുതിയവർക്കും അപേക്ഷിക്കാം. അപേക്ഷ ഏപ്രിൽ 3 വരെ ഓൺലൈനായി സമർപ്പിക്കാം. വിവരങ്ങൾക്ക് ഫോൺ 0481-25348220. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുഞ്ചകൃഷിയുടെ നെല്ല് സംഭരണം തകൃതി. ജില്ലയിൽ സപ്ലൈകോ കർഷകർക്ക് നൽകാനുള്ളത് 8 കോടിയിലധികം രൂപ. കർഷകർ പ്രതിസന്ധിയിൽ. കാഞ്ഞിരപ്പള്ളി അമൽജ്യോതി കോളേജിന്റെ റേഡിയോ 90 FM നാടിന് സമർപ്പിച്ചു. സാംസ്കാരിക മുന്നേറ്റത്തിൽ റേഡിയോയുടെ പങ്ക് നിസ്തുലമെന്ന് ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള. പാലായിൽ കായിക പരിശീലനത്തിന് എത്തിയ വിദ്യാർത്ഥിനി കുഴഞ്ഞു വീണു മരിച്ചു. മരിച്ചത് കടപ്പാട്ടൂർ സ്വദേശിനി ഗൗരി കൃഷ്ണ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.